കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. 7-ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പരിസ്ഥിതി പഠനം നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുവാണ്. കുറച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കണ്ടായിരുന്നോ? പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ബാക്കി റിവിഷൻ ചെയ്യണ്ടേ? യെസ്, അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ. വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ, വർഗസങ്കരണം എന്ന് നോക്കാം. ഓക്കെ, ഒരേ വർഗത്തിൽപ്പെട്ടതാണ്, വ്യത്യസ്ത ഗുണങ്ങളുണ്ട്. രണ്ടിനും ഗുണങ്ങളുണ്ട്. 2 ചെടികളുണ്ട്, അത് 2 മാവ് എടുത്തു. 2 തരത്തിലുള്ള മാങ്ങ കായ്ക്കുന്ന 2 ചെടികൾ എടുത്തു. 2 ചെടികൾ നല്ല ഗുണമുള്ളതാണ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? 2ൻ്റെയും ഗുണം കിട്ടാൻ വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് നടത്തുന്നു. അതായത് കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങളുള്ള ഒരു പുതിയ വിത്ത് ഉണ്ടാക്കി എടുക്കുന്നു. അതാണ് വർഗസങ്കരണം. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് പുതിയ ചെടി ഉണ്ടാക്കുന്ന എങ്ങനെയാണ്, പല രീതികളിൽ പഠിച്ചു അല്ലേ. മാതൃസസ്യത്തിൽ നിന്ന് പഠിച്ചു, വിത്ത് മുളപ്പിച്ചുണ്ടാകുന്നത് പഠിച്ചു, കമ്പ് നട്ട്, ഇലം നട്ട്, അതുപോലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം നട്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരേ വർഗത്തിൽപ്പെട്ട 2 നല്ല ഗുണങ്ങളുള്ള 2 ചെടികൾ. മാവാണെങ്കിൽ 2 ഇനം മാവിൻ്റെ നല്ല ഇനം 2 മാവുകളുടെ 2 ചെടികൾ. ജാക്ക് ഫ്രൂട്ട് ആണെങ്കിലോ നല്ല ഗുണങ്ങളുള്ള 2 നല്ല രീതിയിൽ ചക്ക തരുന്ന, ജാക്ക് ഫ്രൂട്ട് തരുന്ന 2 പ്ലാവിൻ്റെ വിത്തുകൾ. അങ്ങനെ എടുക്കാം, 2 ചെടികൾ എടുക്കാം. ഓക്കെ, ഏതാണെങ്കിലും, റോസ് ആണെങ്കിലും ബോഗൻ വില്ല ആണെങ്കിലും ഏതാണെങ്കിലും ഒരേ വർഗത്തിൽപ്പെട്ടതായിരിക്കണം, സെയിം സ്പീഷീസ് ആയിരിക്കണം. 2നും ഗുണങ്ങളുണ്ട്, നല്ല ഗുണങ്ങളുണ്ട്, വ്യത്യസ്ത ഗുണങ്ങളുള്ള 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. സംശയമുണ്ടോ? ഒരേ വർഗത്തിൽപ്പെട്ടതായിരിക്കണം, വ്യത്യസ്ത ഗുണങ്ങളുള്ളതായിരിക്കണം. അങ്ങനെയുള്ള 2 ചെടികൾ തമ്മിൽ എങ്ങനെയാ? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്ത്. കൃത്രിമ പരാഗണമാണേ, അതെപ്പോഴും ഓർമ്മിച്ചോളാം. വർഗസങ്കരണത്തിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് കൃത്രിമ പരാഗണം. വർഗസങ്കരണത്തിൽ കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കും. മാച്ച് ചെയ്യാൻ ചോദിക്കും. വർഗസങ്കരണത്തിൽ വരുന്നത് കൃത്രിമ പരാഗണമാണ്. ഓക്കെ,
നോക്കാം. വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്. പുതിയ സാപ്ലിങ്സ്, തൈയല്ല, വർഗസങ്കരണത്തിൽ വരുന്നത് പുതിയ വിത്തുകൾ. എന്താ? പുതിയ വിത്തുകൾ. ഹൈബ്രിഡൈസേഷൻ വർഗസങ്കരണത്തിൽ വരുന്നത് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്. മറന്നു പോകരുതേ, പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്. പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്, പുതിയ വിത്തുകളാണ്. പുതിയ വിത്തുകൾ ഉണ്ടാക്കുന്നു. എങ്ങനെയാ? ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ്. ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ്, കൃത്രിമ പരാഗണം നടത്തി. ഹൈബ്രിഡൈസേഷനിലെ മെയിൻ ആയിട്ടുള്ളതാണ് ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ്. മാച്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, മാച്ച് ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഹൈബ്രിഡൈസേഷനിൽ വരുന്നതാണ് ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്, പുതിയ വിത്ത് ഉണ്ടാക്കുന്നു. ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ്, കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുണ്ടാക്കുന്നു. ടു പ്ലാന്റ്സ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്. രണ്ട് പ്ലാന്റ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? പോളിനേറ്റ് ചെയ്യാണ് അല്ലേ? പരാഗണം നടത്തുന്നത് രണ്ട് ചെടികളെ തമ്മിലാണ്. ടു പ്ലാന്റ്സ് വിച്ച് ഹാസ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്. രണ്ടിനും ക്വാളിറ്റീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്. വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്. Two plants which have different qualities. Two plants which have different qualities and belong to the same species. അത് നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്, ഒരേ വർഗത്തിൽ പെട്ടതാണ്. Belong to the same species. എങ്ങനെയാണ്? പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്, പുതിയ വിത്ത് ഉണ്ടാക്കുകയാണ്. ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ്, കൃത്രിമ പരാഗണം നടത്തി. Two plants which have different qualities. Two plants which have different qualities. വ്യത്യസ്ത ഗുണങ്ങളുള്ള രണ്ട് ചെടികളുടെ തമ്മിൽ. ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്, ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുണ്ടാക്കുന്ന, രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുണ്ടാക്കുന്ന രീതിയാണ് ഹൈബ്രിഡൈസേഷൻ. വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? Hybridization is the method of production of seeds by artificially pollinating. Production of seeds by artificially pollinating two plants which have different qualities. Two plants artificially pollinating two plants which have different qualities and belong to the same species. And belong to the same species. ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുണ്ടാക്കുന്നു. അതാണ് വർഗസങ്കരണം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി, കൃത്രിമ പരാഗണം വാക്ക് മറന്നു പോവല്ലേ, കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇതാണ് ഈ വിത്തിനെ ഉണ്ടാക്കുന്ന വിത്തിന്റെ പേരെന്താണെന്ന് അറിയാവോ? സങ്കര ഇനം വിത്തുകൾ. ഈ വിത്തുകളെ പറയുന്ന പേരെന്താ? ഹൈബ്രിഡ് സീഡ്സ്. ഈ വിത്തുകളെ പറയുന്ന പേര്, ഈ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ഈ വിത്തിനെ പറയുന്ന പേരെന്താണ്? ഗുണമേന്മയുള്ള വിത്തിനെ പറയുന്ന പേരെന്താണ്? ഹൈബ്രിഡ് സീഡ്സ്, സങ്കര ഇനം വിത്തുകൾ. ഹൈബ്രിഡ് സീഡ്സ്. കുറച്ച് ഹൈബ്രിഡ് സീഡ്സ് നമുക്ക് എക്സാമ്പിൾ പഠിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വർഗസങ്കരണത്തിൽ നിന്ന് ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിരിക്കും. നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക. ഇതിന് എക്സാമ്പിൾ കൂടി ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ, എന്താണ് സങ്കരയിനം വിത്തുകളെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ഈ പുതിയ സങ്കരയിനം വിത്തുകൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഹൈബ്രിഡൈസേഷൻ, വർഗസങ്കരണം. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കുന്ന വർഗസങ്കരണത്തിലൂടെ ഉണ്ടാക്കുന്ന വിത്തുകളാണ് സങ്കര ഇനം വിത്തുകൾ, ഹൈബ്രിഡ് സീഡ്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ മനസ്സിലായല്ലോ. പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് by artificially pollinating two plants which have different qualities and belongs to the same species. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ്, കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന വിത്തുകൾ ഉണ്ടാക്കുന്നു. പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്, അതാണെന്താ? വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ. ആ വിത്തിനെ പറയുന്ന പേരെന്താണ്? സങ്കര ഇനം വിത്തുകൾ, ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഹൈബ്രിഡൈസേഷനിൽ ഉണ്ടാകുന്ന സീഡ്സ് ഹൈബ്രിഡ് സീഡ്സ്. പുതിയ ചെടികളല്ല, പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ് അല്ല, പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ആണ് കേട്ടോ. വിത്തിന്റെ ഉൽപാദനം, പുതിയ വിത്താണ് ഉണ്ടാക്കുന്നത്. വർഗസങ്കരണം മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹൈബ്രിഡ് സീഡ്സ് നോക്കാം. ഹൈബ്രിഡൈസേഷൻ നടത്തി വർഗസങ്കരണം നടത്തി ഉണ്ടാക്കിയെടുത്ത കുറച്ച് വിത്തുകളാണ് കേട്ടോ. മുളക് എന്ന് പറഞ്ഞാൽ ചില്ലി. മുളകിൽ നിന്ന് ഉണ്ടാക്കിയ രണ്ട് സങ്കരയിനം ഹൈബ്രിഡ് സീഡ്സ് ഏതൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി. ഉജ്ജ്വല,
ജ്വാലാമുഖി. എക്സാമ്പിൾ എഴുതാൻ ചോദിക്കും, ചിലപ്പോൾ മാച്ച് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ എഴുതാൻ പറയും. ഉജ്ജ്വലയും ജ്വാലാമുഖിയും, ഇതിൽ രണ്ടിലും ജ്വാലയുണ്ട്, നോക്കിയാൽ മതി. ജ്വാല ജ്വാല, ഉജ്ജ്വല ജ്വാലാമുഖി, രണ്ടിലും ജ്വാലയുണ്ട്. ചില്ലി മുളക്, മുളകിൽ രണ്ടിലും നമ്മൾ ഉജാലയല്ല ഉജ്ജ്വലയാണ് കേട്ടോ. ഉജ്ജ്വല ജ്വാലാമുഖി, ഉജ്ജ്വല ജ്വാലാമുഖി. അതെന്തിൻ്റെയാണ്? ചില്ലി. ചില്ലിയുടെ രണ്ട് സങ്കരയിനം വിത്തുകൾ ഹൈബ്രിഡ് സീഡ്സ് ഏതൊക്കെയാ? ഉജ്ജ്വല ജ്വാലാമുഖി. അപ്പൊ ജ്വാല വരുന്ന രണ്ടും ചില്ലിയാണ്, ഓർമ്മിച്ചു വെച്ചേക്ക. ഉജ്ജ്വല ജ്വാലാമുഖി. പയർ, പീ. പീ എന്ന് പറഞ്ഞാൽ പയർ. പയറിൽ വരുന്നത് ഏതൊക്കെയാ? ജ്യോതിക ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഭാഗ്യലക്ഷ്മി. പയറിന്റെ രണ്ട് സങ്കരയിനം വിത്തുകളുടെ പേര് പറഞ്ഞേ. ഹൈബ്രിഡ് സീഡ്സ്, പീയുടെ ഹൈബ്രിഡ് സീഡ്സ് ഏതൊക്കെയാ? ജ്യോതിക ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഭാഗ്യലക്ഷ്മി. ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും പയറിന്റെ സങ്കരയിനം വിത്തുകളാണ് കേട്ടോ. പി പയർ, ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും പയറിന്റെ സങ്കരയിനം വിത്തുകളാണ്. ഇനി നെല്ല്, പേടി. പേടി നെല്ല്. നെല്ലിന്റെ ഏതൊക്കെയാണ്? പവിത്ര, അന്നപൂർണ. പവിത്ര, അന്നപൂർണ. പവിത്രയും അന്നപൂർണയും പേടി നെല്ലിന്റെയാണ് കേട്ടോ. പേടി നെല്ലാണ്. നെല്ലിൻ്റെ ഏതൊക്കെയാണ്? പവിത്ര, അന്നപൂർണ. പവിത്ര, അന്നപൂർണ. തെങ്ങ്, തെങ്ങ് എളുപ്പമുണ്ട്, രണ്ടിലും ചന്ദ്രയുണ്ട് കേട്ടോ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ചന്ദ്രലക്ഷയും ചന്ദ്രശങ്കരയും ഏതിന്റെ സങ്കരയിനം വിത്തുകളാണ്? തെങ്ങിന്റെ. തെങ്ങിന്റെ സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാ? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. തെങ്ങിന്റെ സങ്കരയിനം വിത്തുകൾ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ഇനി വെണ്ട. വെണ്ടയുടെ സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാ? സൽകീർത്തി, കിരൺ. സൽകീർത്തി, കിരൺ. ഇത് രണ്ടും കീർത്തി, കിരൺ. കീർത്തി, കിരൺ. സൽകീർത്തി, കിരൺ. രണ്ടിലും കീ ഉണ്ട്, അത് ഓർമ്മിച്ച് വെക്കുക. സൽകീർത്തി, കിരൺ. ഇത് രണ്ടും ലേഡീസ് ഫിംഗർ വെണ്ടയുടെ ഹൈബ്രിഡ് സീഡ്സ് ആണ്. അപ്പോൾ നമ്മൾ മുളക് ചില്ലി, പയർ പീ, നെല്ല് പേടി, തെങ്ങ് കോക്കനട്ട്, വെണ്ട ലേഡീസ് ഫിംഗർ, ഇതിന്റെ ഹൈബ്രിഡ് സീഡ്സ് പഠിച്ചു. മുളകിന്റെ രണ്ടിലും ജ്വാലയുണ്ട്, ജ്വാലാമുഖി, ഉജ്ജ്വല. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പേടി നെല്ലിൻ്റെത് പവിത്ര, അന്നപൂർണ. തെങ്ങ് കോക്കനട്ടിൻ്റെ ഏതാ? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട ലേഡീസ് ഫിംഗറിൻ്റെ ഏതാ? സൽകീർത്തി, കിരൺ. തെറ്റില്ലല്ലോ, പഠിച്ചില്ലേ? യെസ്, പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ് ഇൻ കേരള. ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ്? അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ്, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏവ? കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് തൃശ്ശൂരുള്ള കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. അതിൻ്റെ അഗ്രികൾച്ചറിൻ്റെ യൂണിവേഴ്സിറ്റി തന്നെ മണ്ണൂത്തി, തൃശ്ശൂർ മണ്ണൂത്തിയിലാണ് കേട്ടോ. തൃശ്ശൂർ മണ്ണൂത്തി. കേരള അഗ്രികൾച്ചറൽ സർവകലാശാലയാണ് കേരള അഗ്രികൾച്ചറൽ സർവകലാശാല. അപ്പോൾ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി KAU, KAU ആദ്യത്തെ അക്ഷരങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി KAU. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എവിടെയാ? മണ്ണൂത്തി, തൃശ്ശൂർ. എവിടെയാ? മണ്ണൂത്തി. മണ്ണൂത്തി എവിടെയാ? തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണൂത്തി, തൃശ്ശൂരാണ്. രണ്ടാമത്തേത് എന്താ? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം, ശ്രീകാര്യമാണ് കേട്ടോ. CTCRI, കിഴങ്ങുവിള. ട്യൂബർ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങുവിള. ട്യൂബർ ക്രോപ്സ് കിഴങ്ങുവിള. സെൻട്രൽ, കേന്ദ്ര. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ കേരളയുടേതാണ്, ഇത് കേന്ദ്രം സെൻട്രലിൻ്റെതാണ്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് സെന്റർ CTCRI എവിടെയാ? തിരുവനന്തപുരം, ശ്രീകാര്യം. ശ്രീകാര്യം, തിരുവനന്തപുരം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? ശ്രീകാര്യം, തിരുവനന്തപുരം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം.
ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീകാര്യം തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. ഇനി റബ്ബറിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? ഇത് ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. റബ്ബറിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? RRII. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? കോട്ടയമാണ് കേട്ടോ. റബ്ബറിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റർ എവിടെയാ? കോട്ടയം. കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയം. നാലാമത്തേത് തോട്ടവിള, പ്ലാന്റേഷൻ ക്രോപ്സ്. തോട്ടവിള സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെവിടെയാ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് കേട്ടോ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. എവിടെയാണ്? കേന്ദ്ര തോട്ടവിള പ്ലാന്റേഷൻ ക്രോപ്സ് എവിടെയാ? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കാസർഗോഡ്. അപ്പോൾ 4 പഠിച്ചു. ആദ്യത്തേത് യൂണിവേഴ്സിറ്റിയാണ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. കേരള അഗ്രികൾച്ചറൽ സർവകലാശാല എവിടെയാ? മണ്ണൂത്തി. തൃശൂർ മണ്ണൂത്തി. ഇനി സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ശ്രീകാര്യം. റബ്ബർ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ. തിരുവനന്തപുരം ശ്രീകാര്യത്താണ് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. ഇതിന് ഉദാഹരണമൊക്കെ പറയാൻ അറിയാലോ. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ഉദാഹരണം അറിയാലോ. മരിച്ചീനി, ഇഞ്ചി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, മധുരക്കിഴങ്ങ് അതൊക്കെയാണ് വരിക കേട്ടോ. റബ്ബർ റിസർച്ച് ഇഞ്ചി വരത്തില്ല, കിഴങ്ങ് വിളയാണ് കേട്ടോ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? റബ്ബറിൻ്റെത് കോട്ടയം. എവിടെയാണ്? കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയം. അതുപോലെ പ്ലാന്റേഷൻ ക്രോപ്സ് തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? കാസർഗോഡ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണൂത്തി. കേരള സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി. തൃശ്ശൂർ മണ്ണൂത്തിയിലാണ്. ട്യൂബർ ക്രോപ്സ് കിഴങ്ങ് വിള തിരുവനന്തപുരം ശ്രീകാര്യമാണ്. റബ്ബർ കോട്ടയം. പ്ലാന്റേഷൻ ക്രോപ്സ് തോട്ടവിള കാസർഗോഡ്. ഇപ്പം 4 ഗവേഷണ കേന്ദ്രങ്ങൾ മനസ്സിലായല്ലോ കേരളത്തിലുള്ളത്. യെസ്. ഇനി നമ്മൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് പഠിക്കുകയാണ്. ഗ്രീൻ റെവല്യൂഷൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ. സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ ആരാ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? ഡോക്ടർ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാ? ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ അറിയാലോ, പഠിച്ചുവല്ലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്,
സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്. LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.